ഈ അജു അലക്സ് അതാണ് ശരിക്കും പേര്. പക്ഷെ ഈ ചെകുത്താൻ എന്നുള്ള പേരിലാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിരിക്കുന്നത്. ഇല്ല, ആ പേര് എല്ലാവർക്കും അറിയത്തുള്ളൂ പുറത്ത്. ഞാൻ ആ പേരിൽ ആ പേജ് തുടങ്ങിയതും ചാനൽ തുടങ്ങിയതൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയത്തുള്ളൂ. എന്റെ ഈ ശരിക്കുള്ള പേര് അറിഞ്ഞു തന്നെ 4 വർഷം ഈ ഓൺലൈനിൽ ഇരുന്ന് ഈ അഭ്യാസം കഴിഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് പേരെവിടെ സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയത്തൊന്നുമില്ല. ഞാനൊരു 2013 തൊട്ടൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ പേജ് ഇങ്ങനെ എന്നെ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ പൂട്ടി പോവും. അങ്ങനെ പുതിയ പേജ് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കും. പിന്നെ ഇപ്പോൾ ഒരു 5-6 പേജും 5-6 ചാനലും ഒക്കെ നിരത്തി പിടിച്ചുണ്ടാക്കിയേക്കുന്നുണ്ട്. ഒരെണ്ണം പൂട്ടിയാൽ അടുത്തടുത്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങ് പൂട്ടത്തില്ല. ഇത് റെസ്ട്രിക്ഷൻസ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ മൊത്തത്തിൽ റീച്ച് ഇല്ല. എന്റെ ചാനലിനൊന്നും അങ്ങനെ റീച്ച് ഉണ്ടാകത്തില്ല. പിന്നെ വേറെ ചാനൽ തുടങ്ങി ഉണ്ടാക്കാനുള്ളൊരു മടി കാരണം ഞാനത് നിർത്തി. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും, ഇങ്ങനെ ചെതറിച്ചിടും, ആരെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഈ ചെകുത്താൻ എന്ന് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? വെറുതെ ഒരു രസം, ഒരു പേരിടണ്ടേ? അപ്പൊ വേറെ കുറെ നല്ലൊരു പേര് വേണ്ട ഇടാൻ. അല്ലാതെ ചുമ്മാതെ ഞാൻ ആദ്യം ദൈവം എന്നാ ഉദ്ദേശിച്ചത്. പിന്നെ ദൈവത്തെ അത്രയും ചീത്ത വിളിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. പാവം ദൈവം ജീവിച്ചോട്ടെ. ദൈവം, ചെകുത്താൻ, ഈ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചെകുത്താൻ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ മതം, ദൈവവിശ്വാസം ഇതിനെയൊക്കെ എതിർത്ത് ആ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആദ്യം അങ്ങനെയാണ് കണ്ടന്റ്. അല്ലാതെ വേറെ ഈ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ സിനിമയൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അതെന്താ അത്രമാത്രം അതിനെ എതിർത്ത് സംസാരിക്കാൻ? അങ്ങനെയാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു ഇതിനകത്ത് വിശ്വാസം ഇല്ലാത്ത ആളാണ്, എത്തീസ്റ്റാണ്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പരിപാടിയാ എടുത്തത്. അത് അന്ന് ആരും അങ്ങനെ ചെയ്യുന്നൊന്നും ഇല്ല. എല്ലാരും പേടിക്കും ഇതൊക്കെ കണ്ടിട്ട്. അന്ന് എന്നോട് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അന്ന് 2 തരം പേടിയാ. ഒന്ന് ആരെങ്കിലും തല്ലുവോ എന്നുള്ള പേടി, പിന്നെ ഒന്ന് ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാ എല്ലാവർക്കും ഉള്ളത്. മാത്രമല്ല ചെകുത്താന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞത് ആന്റി ക്രൈസ്റ്റ് ആയിട്ടുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം. അന്ന് ഇങ്ങനെ യൂട്യൂബിൽ ആരും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആരും വന്നിട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു ദിവസം രാവിലെ അതും എന്താ പറയണ്ടേ, വെറുതെ ഇരുന്നൊരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങുക. അതിന് മുമ്പ് വരെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാം. ഈ RJ, VJ ഇങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് വളരെ പ്രൊഫഷണൽ സ്റ്റൈലിലൊക്കെ ഇരുന്നാ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള ഒരു സംസാരം ഒന്നും ആരും ചെയ്യുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ വന്നപ്പോഴത്തേന് എല്ലാവർക്കും ഒരു സംശയം. പിന്നെ മുടി, താടി, കഞ്ചാവ്, ആന്റി ക്രൈസ്റ്റ്, വേദാണ്ടൊക്കെ. അങ്ങനെ കുറെ നാള് പിന്നെ ഞാൻ കുവൈറ്റിലാകുന്നത് കൊണ്ട് വലിയ ശല്യം ഉണ്ടായില്ല. അവിടെ ഇരുന്നായിരുന്നു വീഡിയോ ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഏത് കമ്പനിയിലാണെന്ന് ആർക്കും അറിയത്തില്ല, ഏത് രാജ്യത്താണെന്ന് അറിയത്തില്ല. എന്റെ കമ്പനി മലയാളികൾ കുറവാണ്, ആകെ 3 പേരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ളവർ അറിയുന്നില്ല ഇത് എവിടെയാണ്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പലരും അറിഞ്ഞു തുടങ്ങിയത്. ഈ പുറത്തൊക്കെ വെച്ച് കാണുന്നവർ അറിഞ്ഞത് ഞാൻ ഇന്ന നാട്ടിലാണ് ഉള്ളതെന്ന്. അത് കഴിഞ്ഞ് പിന്നെയും കുറെ വർഷം കഴിഞ്ഞിട്ട്, അല്ല ആ 4-5 വർഷമായപ്പോഴാണ് പേരൊക്കെ അറിഞ്ഞ ആൾക്കാർ. അത് പക്ഷെ അന്ന് അത്രയും ഇത് ഈ സോഷ്യൽ മീഡിയ അത്ര പോപ്പുലർ അല്ല. ഞാൻ ഈ 2015-16 വരെയൊക്കെ പറയുമ്പോൾ ഇവിടെ ജിയോ ഒന്നും ഇല്ല. ഞാൻ പണ്ടേ വീഡിയോ എടുത്തുള്ളൂ, അധികം ഫോട്ടോയിലൊന്നും എഴുത്ത് കുത്താവൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ ഉണ്ടാകുന്ന ഈ ICU പോലത്തെ ഏതോ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവർ ഈ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ഇടുന്ന കാലമാണ്. ഫോട്ടോസ് ഗൾഫിൽ ഈ നെറ്റ് കുറച്ചുകൂടെ ഉള്ളത് കൊണ്ട് വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ ഗൾഫിലുള്ളവർ ആദ്യം കാണുവാന്ന്. പിന്നെ ജിയോ വന്നപ്പോഴാണ് ഈ നാട്ടിൽ അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഇവിടെ ഉള്ളവരൊന്നും വീഡിയോ ഒന്നും കാണത്തുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് നാട്ടിലെല്ലാം കൂടി ഇതേപോലത്തെ കണ്ടൊക്കെ കണ്ട് ഞാൻ എന്തോ പറഞ്ഞു, എന്തോ വൈറലായി, എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അതൊക്കെ ചിലപ്പോൾ മോഹൻലാലിനെ പറ്റിയോ വല്ല മതമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ഓരോ സമയത്ത് ഓരോന്നാ. ഏറ്റവും ഫസ്റ്റ് റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ് ഏതായിരിക്കും? അത് ഫസ്റ്റ് വീഡിയോ തന്നെ റീച്ച് ആയി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ മതവും ഈ പാസ്റ്റർമാരെയൊക്കെ എടുത്തിട്ട് അലക്കുവാന്ന്, അച്ഛന്മാരെ ഇവരുടെ സ്പീച്ച് എടുക്കും. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ലേ, അതുപോലത്തെ സാധനം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവർ ഓരോന്ന് പറയുന്നത് കുറച്ച് ഒരു വാക്കൊക്കെ ഉപയോഗിച്ച്, ആ ചെറിയ ഒരു വേർഡ് ഉപയോഗിക്കും ഞാനിങ്ങനെ കുറച്ച് പഞ്ച് കിട്ടാൻ വേണ്ടി. അതൊക്കെ ഒരു അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയൊക്കെ നേരെ ആരും പറയുന്നൊന്നുമില്ല. അപ്പൊ അതൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടി. അതൊന്നും ഭയങ്കര സംഭവമായി. അത് ആദ്യത്തെ. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ് ഈ മോഹൻലാലിന്റെ ഒക്കെ ഇത് സിനിമയൊക്കെ എടുക്കാൻ തുടങ്ങി. എനിക്ക് ഏകദേശം 1 ലക്ഷം ഈ പേജ് ഫോളോവേഴ്സ് ആയപ്പോഴാണ് ഞാൻ അത് ചെയ്ത്. അപ്പോഴേ അതിനേക്കാൾ വലിയ പ്രശ്നം. ഞാനോർത്ത് മതമൊക്കെ ആയിരിക്കും ഇവിടെ പ്രശ്നമെന്ന്. അതല്ല, ഇവരും പ്രശ്നക്കാരാ. ഇതെല്ലാം ഒരു ടൈപ്പ് ആൾക്കാരാണ് ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്നത്. വിശ്വാസം, ആരാധന ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് എതിരാണ്.